പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 46-ാം അധ്യായം 10-ാം വാക്യം, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരംഭത്തിങ്കൽ തന്നെ അവസാനത്തെ നന്നായിട്ടറിയുന്ന ദൈവമത്രേ. തിരുവചനത്തിൽ നാം വീണ്ടും ഇങ്ങനെ വായിക്കുന്നു, അവൻ ആൽഫയും ഒമേഗയുമാണ്, അവൻ ആദ്യനും അന്ത്യനുമാണ്. ആരംഭത്തെ പോലെ തന്നെ അവസാനത്തെയും അറിയുന്ന ദൈവം. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിന് അനേക വിശേഷണങ്ങൾ തിരുവചനത്തിൽ അങ്ങനെ പറയുമ്പോൾ അവനിൽ ആശ്രയിക്കുന്ന നമുക്ക് വലിയൊരു ഉറപ്പുണ്ട്. നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ കർത്താവിന് ആരംഭത്തിൽ തന്നെ അവസാനത്തെ അറിയാം. അവൻ ഓരോ ചുവടുകളെയും നന്നായിട്ടറിയാം. അവന് മേലാൽ സംഭവിക്കാനുള്ളത് മുഴുവനും വായ തുറന്ന് പ്രസ്താവിക്കുന്ന ദൈവമത്രേ. അതുകൊണ്ട് എന്താ, അവനിൽ ആശ്രയിക്കുന്ന ദൈവജനത്തിന് എല്ലാ കാലത്തും ഒരു ഉറപ്പുണ്ട്. എൻ്റെ ഭാവിയെ, എൻ്റെ നാളത്തെ കാര്യത്തെ നന്നായിട്ടറിയുന്ന ഒരു ദൈവമുണ്ട്. അവൻ ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ലെന്ന് വീണ്ടും തിരുവചനത്തിൽ വായിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ദൈവം ഹല്ലേലൂയ ദാവീദിനെ തിരഞ്ഞെടുത്ത് പുൽപ്പുറത്തു നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഹല്ലേലൂയ ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റി. ദാവീദിൻ്റെ ഓരോ ചുവടും ദാവീദ് വെക്കുമ്പോൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. 139-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവേ, നീ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അതിശയകരവും ഭയങ്കരവുമായി നീ മെടഞ്ഞിരിക്കുന്നു. എന്നിട്ട് അതേ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവമേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിന്മേലില്ല. നോക്ക്, അമ്മയുടെ ഉദരത്തിൽ മെടയുക മാത്രമല്ല, തുടർന്ന് പറയുന്ന ഓരോ വാക്കും ദൈവത്തിനറിയാം. നീ എന്താ സംസാരിക്കാൻ പോകുന്നെന്ന് പോലും സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവത്തിന് നന്നായിട്ടറിയാം. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, നീ എന്തിനെക്കുറിച്ചാണ് ഭാരപ്പെടുന്നത്? നീ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? നിൻ്റെ വാക്കിനെ പോലും അറിയാവുന്ന ഒരു ദൈവത്തെ നീ അപ്പ എന്ന് വിളിക്കുമ്പോൾ അവനെ ഒന്ന് പാടി സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറഞ്ഞാട്ട്, വ്യസനത്തിനുള്ള മാർഗമുണ്ടെങ്കിൽ അവൻ അതിനെ മാറ്റിയിട്ട് നമ്മെ ശാശ്വത മാർഗത്തിൽ നിർത്തും. നമ്മുടെ നടപ്പും കിടപ്പും നന്നായിട്ടറിയുന്ന ദൈവം, നാം പോകുന്ന വഴികളെ നന്നായിട്ടറിയുന്ന ദൈവം, നമ്മുടെ ഭാവിയെ നന്നായിട്ടറിയുന്ന ദൈവം. അവന് നമ്മുടെ ഭാവിയെക്കുറിച്ച് നല്ല വിചാരമുണ്ട്. സങ്കീർത്തനക്കാരൻ അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവത്തോട് തന്നെ ചോദിക്കുന്നത്, ദൈവമേ, നീ എന്നെ ഗണ്യമാക്കാൻ ഞാൻ എന്താ എന്നിലൊരു യോഗ്യതയുള്ളത്? ഇത്രത്തോളം എന്നെ കരുതാൻ. ഹല്ലേലൂയ. ആടിനെ മേയിച്ചു കൊണ്ടിരുന്ന ഒരു ദാവീദിനെ വിളിച്ച് അഭിഷേകം ചെയ്തപ്പോൾ ദാവീദ് വിചാരിച്ചു കാണും, കർത്താവേ, ആരും എന്നെ കരുതിയില്ല, എന്നെ കരുതാൻ എനിക്ക് എന്താ യോഗ്യതയുള്ളത്? അപ്പനും അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോലും എന്നെ ഉപേക്ഷിക്കാത്ത ദൈവം എന്നെ വിളിച്ചു വരുത്തി എൻ്റെ തലയിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. എന്നെ ഹല്ലേലൂയ ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റി. തീർന്നില്ല, അവനൊരു ടിഫിൻ ബോക്സുമായി ആഹാരവുമായിട്ട് പടക്കളത്തിൽ തൻ്റെ സഹോദരന്മാരെ കാണാൻ പോകുമ്പോഴും താൻ തൻ്റെ തലയിൽ കിടക്കുന്ന അഭിഷേകം കൊണ്ടോ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറി നിന്നില്ല. തന്നെ ഏൽപ്പിച്ച ഓരോ ജോലിയും വിശ്വസ്തയോടെ ചെയ്തു. കാരണം ഒരു ഉറപ്പുണ്ട്, വിളിച്ച ദൈവം വിശ്വസ്തനാ, വിളിച്ച ദൈവം മതിയായവനാ. അതുകൊണ്ട് പിറുപിറുക്കാതെ ജീവിതത്തിൽ എന്തു വേല തന്നാലും ആ വേല വിശ്വസ്തയോടെ ചെയ്താട്ട് ദാവീദ് ഹല്ലേലൂയ ആ ടിഫിൻ ബോക്സുമായി തൻ്റെ സഹോദരന്മാർക്ക് ആഹാരവുമായിട്ട് ആ പടക്കളത്തിൽ പോയതാ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീർന്നത്. സഹോദരന്മാർ നിന്ദിച്ച് കാണും, സഹോദരന്മാർ കുറ്റം പറഞ്ഞു കാണും, സഹോദരന്മാർ അവനെക്കുറിച്ച് പലതും പറഞ്ഞു കാണും. പക്ഷേ പ്രശ്നമാക്കേണ്ട കാര്യമില്ലല്ലോ. എന്താ, അവിടെയാ ഒരു ഗോലിയാത്തിനെ ദൈവം ഉയർത്തിയത്. ഈ ഗോലിയാത്ത് ഇവൻ്റെ അകത്തിരിക്കുന്ന അഭിഷേകത്തെ വെളിപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അത് ദൈവത്തിന് ഹല്ലേലൂയ ആ പദ്ധതിയെ നന്നായിട്ടറിയാം. ഹല്ലേലൂയ. ആഹാരവുമായി പോകുന്ന ഒരുപക്ഷെ ദാവീദിന് അറിയത്തില്ലായിരിക്കും. സഹോദരന്മാർ നീ പടക്കളത്തിൽ നീ പട കാണാൻ വന്നെന്ന് പറഞ്ഞ് കളിയാക്കി, ഹല്ലേലൂയ പലതും പറഞ്ഞ് അവനെ കുറ്റം പറഞ്ഞ് ഹല്ലേലൂയ നിന്ദിച്ചപ്പോഴും അവൻ ഒരു കാര്യം അറിയാം, അഭിഷേകം വെളിപ്പെടാൻ പോകുക. നീ നിന്ദിച്ച ഇസ്രായേലിൽ ദൈവമായ യഹോവയുടെ നാമത്തെ
നാമത്തിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഒരു ശത്രുവിനെ തകർത്തിട്ട് ഹല്ലേലൂയ ജനത്തിൻ്റെ നടുവിൽ തൻ്റെ പേര് ഉയർത്തുവാൻ ദൈവത്തിന് അങ്ങനെ പദ്ധതിയായി. ശൗൽ 1000 കൊന്നെങ്കിൽ ദാവീദ് 10,000 കൊന്നെന്നുള്ള ഒരു അപ്രീസിയേഷൻ്റെ, ഒരു പ്രോത്സാഹനത്തിൻ്റെ പാട്ട് ആ ദേശത്ത് ഉയർന്നു. തന്നെക്കുറിച്ച് പാട്ട് ഉയർന്നു. ഈ പകൽക്കാലം വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നിങ്ങളെക്കുറിച്ച് പാട്ടുകൾ ഉയരും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹല്ലേലൂയ അപ്രീസിയേഷൻ, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രോത്സാഹനം വരും. ഹല്ലേലൂയ വരുന്നുണ്ട് അതിനെക്കാട്ടിലും വലുത്, വരുന്നുണ്ട് അതിനെക്കാട്ടിലും വലുത്. ഈ ലോകത്തിൽ കാണുന്ന ഗോലിയാത്തിൻ്റെ തല തകർക്കുമ്പോൾ ഹല്ലേലൂയ അത് ജസ്റ്റ് പ്രോത്സാഹനമാണ്. വലുത് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. പ്രിയരെ, ഇന്ന് പകൽക്കാലം ആരംഭത്തിങ്കൽ തന്നെ അവസാനത്തെ അറിയുന്ന ദൈവത്തിന് നിൻ്റെ നിത്യതയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവൻ്റെ ബലമുള്ള കൈക്ക് കീഴെ താണിരിക്കാം, അവൻ്റെ മുമ്പാകെ താഴ്ത്തി സമർപ്പിക്കാം. നിൻ്റെ താല്പര്യത്തെ നിവർത്തിക്കുന്നവനാ ദൈവമെന്ന് ഒന്ന് ഉറപ്പാക്കി ദൈവത്തെ സ്തുതിച്ചാട്ട് അവൻ്റെ ആലോചന അവൻ നിവർത്തിയാക്കും. എന്താ ആലോചന? അത് തിന്മയുടെ ആലോചനയല്ല, അത് നന്മയുടെ ആലോചന. എന്നെ കേൾക്കുന്ന ബ്രദറെ, സിസ്റ്ററെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു ആലോചനയുണ്ട്. അത് നല്ല ആലോചനയാണ്. ആരംഭത്തിൽ തന്നെ അവസാനത്തെ അറിയുന്ന ദൈവത്തിന് നിന്നെക്കുറിച്ച് താല്പര്യമുണ്ട്. അവനത് നിവർത്തിക്കും. അവനത് ഹല്ലേലൂയ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരും. ദാവീദിനെ ഹല്ലേലൂയ ആട്ടിൻ കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നും വിളിച്ചു വേർതിരിച്ച് ഇസ്രായേലിൻ്റെ മധുരഗായകനായി, ഇസ്രായേലിൻ്റെ അഭിഷിക്തനായി, ഇസ്രായേലിൻ്റെ രാജാവാക്കി ഉയർത്തിയെങ്കിൽ അതേ ദൈവത്തെയാ നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അതേ കർത്താവ് തൻ്റെ ചങ്കിലെ ചോര തന്ന് നമ്മെ വീണ്ടെടുത്തത്. ഇന്ന് പകൽക്കാലം നമുക്കവനെ ആരാധിക്കാം. ആരംഭത്തെങ്കിൽ തന്നെ അവസാനത്തെ അറിയുന്ന ദൈവം, എൻ്റെ താല്പര്യത്തെ നിവർത്തിക്കുന്ന ദൈവം, എന്നെക്കുറിച്ച് ആലോചനയുള്ള ദൈവം, അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗാഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.